എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി കാവിനടുത്ത് കുഴിച്ചിട്ടിരുന്ന ദേവീ വിഗ്രഹം തനിയെ പൊങ്ങി വരുന്നു. അത് കണ്ട് സന്തോഷിക്കുന്ന കല്യാണിയും രേണുകയും. ദേവീ വിഗ്രഹം തിരികെ കിട്ടിയെന്ന് ഉണ്ണി നമ്പൂതിരിയോട് പറയുന്ന രേണുക. ദേവീ വിഗ്രഹം എടുത്തതിൽ പശ്ചാത്തപിക്കുന്ന ഉണ്ണി. ആരോ തന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണെന്നും അല്ലാതെ മനഃപൂർവ്വമല്ലെന്നും പറയുന്ന ഉണ്ണി. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യില്ലെന്ന് രേണുകയ്ക്ക് ഉറപ്പ് കൊടുക്കുന്ന ഉണ്ണി നമ്പൂതിരി. അത് മറഞ്ഞു നിന്ന് കേൾക്കുന്ന ദക്ഷകി. ഇനി തുടർന്ന് കാണുക. വൈഷ്ണവിയുടെ കാര്യമാണ് കഷ്ടം. ഈയിടെയായി ഒരു മൗനമുണ്ട്. എന്താണെന്നറിയില്ല. പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കുന്നതും കാണുന്നില്ല. മനയിലെല്ലാവർക്കും ഇപ്പൊ 2 നേരം ഉണ്ണാവൃതമാണല്ലോ. അതിന്റെ ആവോ? രേണുടുത്തൊന്നും ചോദിച്ചില്ലേ? ഞാൻ അവളുടെ കെട്ടിലേക്ക് പോയിരുന്നു. അല്പനേരം സംസാരിച്ചു. ഈ മനയിലെ പുതിയ പൂജാരണിയുടെ പടിയേറ്റിന്റെ ആശങ്ക അവളുടെ മനസ്സ് നിറയെ. അതിന് വൈഷ്ണവി എന്തിനു വിഷമിക്കുന്നേ? ആ സ്വപ്നദർശനം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് അറിയിക്കുമായിരുന്നല്ലോ. പൂജാരണിയുടെ പടിയേറ്റ് നടക്കും. പിന്നെന്താ വൈഷ്ണവിക്ക് പ്രശ്നം? ആ സ്വപ്നദർശനം ഇതുവരെ ആർക്കും കിട്ടാത്തതിൽ നമുക്കെല്ലാവർക്കും ആശങ്കയില്ലേ കല്യാണി? അതുപോലെ അവൾക്കും ഉണ്ടാവും. മുത്തശ്ശിയുടെ ഉപവാസവും മുത്തശ്ശന്റെ യാത്രയും എല്ലാം അവളെ വിഷമിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ടാ വന്നപ്പോഴുള്ള സന്തോഷം ഇപ്പൊ അവളിൽ കാണാത്തെന്ന് എനിക്ക് തോന്നുന്നു. വൈഷ്ണവിയുടെ കൂട്ടുകാരെല്ലാം അതിന്റെ പേരിൽ വിഷമിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരികെ പഠിക്കാനായി സിറ്റിയിലേക്ക് പോവാത്തതിന്റെ വിഷമവും അവർക്കുണ്ടാവും. എന്റെ നാഗദേവി, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരണേ. പരിഹാരം നാഗദേവി ഉണ്ടാക്കും രേണുവടുത്തി. ഈ മനയിൽ മുമ്പുണ്ടായിരുന്ന എല്ലാ പ്രശ്നത്തിനും നാഗദേവി തന്നെയല്ലേ പരിഹാരം ഉണ്ടാക്കിയത്? ഇപ്പോ ഉണ്ണിയേട്ടൻ തന്നെ എത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയത് അത് നാഗദേവി തന്നെ പരിഹരിച്ചില്ലേ? ഈ ദക്ഷകിയെ പരാജയപ്പെടുത്തിയതിൽ നീയൊക്കെ അഹങ്കരിക്കുകയാണല്ലേ? അഹങ്കാരത്തിന്റെ ഫലം അത്യാപത്താണ്. അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ദക്ഷകി പിന്മാറുകയില്ല. രേണുവടുത്തി, അടുക്കളയിൽ കുറെ പണിയെടുക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. ചെല്ലു. എന്തു പറ്റി? എന്തോ ഒരു അസ്വസ്ഥത പോലെ. കുഴപ്പമില്ല, വാ. शिवं 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 ओम शिवं 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 शिवं. ശിവനാഗമേ, നീ വീണ്ടും വന്നോ എന്നെ പരീക്ഷിക്കാൻ? മാറിപ്പോ, അല്ലെങ്കിൽ എന്റെ ഉഗ്രകോപം ഏറ്റുവാങ്ങിക്കൊള്ളൂ. शिवं शिवं शिवं. ദക്ഷകി, അരുത്. ശിവനാഗത്തെ നീ വധിക്കരുത്. വധിച്ചാൽ ശ്രീകോവിലിൽ നിന്നും നാഗദേവി പുറത്തുവരും. നാഗദേവി പുനർജനിക്കും. അത് നിന്റെ സർവനാശത്തിന്റെ കാരണമാകും. എടാ, നീ ഇവിടെ എന്ത് ചെയ്യോ? വായിക്കുന്ന കണ്ടുകൂടാ. എന്തോ പഴംപുരാണം എവിടെ നിന്ന് ഒത്തുകിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചില പുതിയ കാര്യങ്ങൾ എന്തായാലും പുറത്തു വരും. ഇതെന്ത് ബുക്കാളിയാ? ഇവിടുത്തെ വളിച്ച സാമ്പാറും പുളിശ്ശേരിയൊക്കെ കൂട്ടി കയ്യിലും മസിലൊക്കെ മുരിങ്ങാക്കോല് പോലെയായി. രാഹുലെ, നീയും വേണേ പ്രാക്ടീസ് ചെയ്തോ. തന്നെത്താനങ്ങ് പ്രാക്ടീസ് ചെയ്താൽ മതി. എടാ, പിടിക്കടാ. നോക്കട്ടെ. അളിയാ, നീ ഇത്രയും പേജ് വായിച്ചു തീർത്തോ? രാഹുലെ, ഇത് ഈ മനയുടെ ഐതിഹ്യങ്ങൾ കെട്ടുപണഞ്ഞു കിടക്കുന്ന ഒരു പഴയ പുസ്തകമാണ്. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? നീ ഇവിടുത്തെ തട്ടിമ്പുറത്തൊക്കെ കയറി തപ്പിയോ? അയ്യേ, ഇതെനിക്ക് രേണുവേട്ടത്തി തന്നതാടാ. എന്റെ റിസർച്ചിനെ പറ്റി അറിഞ്ഞുകൊണ്ട് തന്നതാ. ഇതും എന്റെ ടേസ്റ്റ് ഇപ്പെടുന്ന ഐറ്റോ. ഇതിൽ പറയുന്നതെല്ലാം കഥകളല്ലേ? നടന്ന സംഭവങ്ങളും കാണും, ഇല്ലേ അളിയാ? ഉത്തരം അത്ര വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. ഇതിലെ ചില സംഭവങ്ങൾ വായിച്ചാൽ നമുക്ക് ചിരി വരും. അതെന്താ, നമ്പൂതിരി ഫലിതങ്ങളാണോ? അല്ലടാ, അവിശ്വസനീയമായി തോന്നുന്ന ചിലരുടെ അനുഭവങ്ങളാ. ഇതിൽ ഹൊറർ ഉണ്ടോ അളിയാ? ഹൊറർ? എന്തിനാടാ ഹൊറർ? നിനക്ക് അലറി വിളിച്ച് ഇവിടെ കിടന്ന് ഓടാൻ വേണ്ടിയല്ലേ? അല്ലടാ, ദക്ഷകയെ പറ്റി എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ. ഓ, ദക്ഷകയെ പറ്റി ഇതിനകത്ത് ഒരിടത്തും ഒന്നും പറയുന്നില്ലടാ. പക്ഷേ നീ പറഞ്ഞ അതിഥി മന്ദിരമില്ലേ, അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിഥി മന്ദിരത്തെ പറ്റി ഇതിലെന്താടാ പറയുന്നേ? പണ്ട് രാജാക്കന്മാരുടെ ഭരണകാലത്ത് നാഗമടത്ത് മനയിലേക്ക് ചില രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരും അനുചരന്മാരും ഇവിടെ തൊഴാനും ഭജനം നടത്താനൊക്കെ വരാറുണ്ടായിരുന്നു.
അന്ന് ആ രാജാക്കന്മാരുടെ താമസത്തിനും മറ്റുമായിട്ട് അക്കൂട്ടത്തിലൊരു രാജാവ് പണി കഴിപ്പിച്ചതാ ആ അതിഥി മന്ദിരം. നാഗമഠത്തുകാർക്ക് നടത്തിപ്പ് ചുമതല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു നാൾ ഒരു രാജാവിന്റെ ഏകപുത്രൻ ആ അതിഥി മന്ദിരത്തിൽ വെച്ച് ഏതോ വിഷസർപ്പത്തിന്റെ കടിയേറ്റ് കൊല്ലപ്പെട്ടു. എന്നിട്ട് കല്യാണം കഴിക്കാത്ത യുവാവായ രാജകുമാരനെ രാജാവ് രാജബഹുമതികളോടെ ആ അതിഥി മന്ദിരത്തിൽ തന്നെ സംസ്കരിച്ചു. ഓ, പിന്നീട് ആ മന്ദിരം പൂട്ടിയിടുകയും ആരും അവിടെ താമസിക്കാൻ വരാതെയുമായി. ഓ, വാട്ട് എ ട്രാജഡി. പാവൻ രാജകുമാരൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടാ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി തന്നെ. എടാ, കല്യാണം കഴിച്ചിട്ട് മരിച്ചെങ്കിൽ ആ രാജകുമാരി വിധവയാകില്ലായിരുന്നോ? നീ എന്താ പൊട്ടനാണോ? ഓ, അത് ശരിയാണല്ലോ. ആ രാജകുമാരനെ പറ്റി മറ്റൊരു കഥ കൂടി കേട്ടുകേൾവിയുണ്ട്. അതെന്താടാ? ആ രാജകുമാരന് ഒരു പ്രണയം ഉണ്ടായിരുന്നു. പ്രണയമോ? അതാരായിരുന്നു? എടാ, അത് വേറൊരു രാജ്യത്തെ രാജകുമാരി ആയിരിക്കും. അല്ല, അങ്ങനെയാണല്ലോ കഥയിലൊക്കെ സംഭവിക്കാറ്. അല്ല, ആ പ്രണയിനി ഒരു രാജകുമാരിയെ ആയിരുന്നില്ല. അവൾ ഈ നാഗമട്ടത്ത് മനയിലെ ഒരു പെൺകുട്ടിയായിരുന്നു. ഈ മനയിലെ പെൺകുട്ടിയോ? അതാരടാ? അത് ആരാണെന്നൊന്നും ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അവളൊരു കലാകാരിയായിരുന്നു, ഗായികയായിരുന്നു, നർത്തകിയുമായിരുന്നു. അതിനെല്ലാം ഉപരി അവളൊരു സ്നേഹമുള്ള പെണ്ണായിരുന്നു. രാജകുമാരൻ ഇവിടെ തൻ്റെ അച്ഛനോടൊപ്പം വന്നുകൊണ്ടിരുന്നത് അവളെ കാണാനായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് രാജകുമാരൻ കൊല്ലപ്പെട്ടു. എന്തൊരു കഷ്ടമാണിത്. പ്രേമിക്കുന്നവർ ഇവിടുത്തെ നാഗങ്ങൾ വകവരുത്തുവോ? ആ, എങ്കിൽ അത് ചെയ്തത് ദക്ഷകയായിരിക്കും. ദക്ഷക തന്നെയായിരിക്കും ആ രാജകുമാരനെ കൊന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുലേ, നീ വളരെ സൂക്ഷിക്കണം. നീയും ഈ മനയിലൊരു പെൺകുട്ടിയെ പ്രേമിക്കല്ലേ? പ്രേമം പൂവണിയാനായി നീ ഇവിടെ വന്ന് കാത്തുകെട്ടി കിടക്കുമല്ലേ? ദക്ഷകയാണ് ഞാൻ കാവിൽ കണ്ട പെണ്ണെങ്കിൽ അളിയാ, നീ പെട്ടു. അവള് നിന്നെ തട്ടും. ചുമ്മാ പേടിപ്പിക്കാതെ, അല്ലെങ്കിൽ തന്നെ ഇവിടെ ടെൻഷനില്ല. എടാ സുന്ദരേ, നീ ചുമ്മാ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവനെ എന്തിനെങ്ങനെ പേടിപ്പിക്കുന്നത്? ഇല്ലാത്ത ദക്ഷകയെ എങ്ങനെയാടാ ഇവനെ കൊല്ലാൻ വരുന്നത്? പിന്നെ ആ രാജകുമാരനെ കൊന്നത് ആരാന്നാ നിന്റെ വിചാരം? ദക്ഷകയാടാ. ഡാ, അന്നത്തെ കാലത്തും ദക്ഷക ഉണ്ടായിരുന്നോ? എടാ, ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പോലും നിശ്ചയമില്ലാത്തൊരു കാര്യത്തെപ്പറ്റി നമ്മളെന്തിനാ ചർച്ച ചെയ്യുന്നത്? പുരാണങ്ങളിൽ പല രാക്ഷസന്മാരെ പറ്റിയും പറയാറില്ലേ? അവരെല്ലാം ഇന്നും ഭൂമിയിലും പാതാളത്തിലും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാ നീ വിശ്വസിക്കുമോ? എടാ, ദക്ഷകി ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. പഴയ ആളുകള് വാക്കുകൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു വിഷസർപ്പം. എടാ, കാലം കടന്നുപോയില്ലേ? പറഞ്ഞു പരത്തിയ ആളുകൾ ഇന്നിപ്പോ ജീവിച്ചിരിപ്പില്ല. പക്ഷേ അതിലാരോ എഴുതി വെച്ച കാര്യങ്ങൾ ഇന്നും നടക്കുന്നില്ലേ? അതും ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഡാ, ദക്ഷക ഉണ്ടെന്നാണോ നീ സ്ഥാപിക്കണേ? എന്നാലും ഉണ്ടാവട്ടെ, എനിക്ക് പേടിയില്ല. ഏത് ഉഗ്ര വിഷസർപ്പം വന്ന് എന്നെ കൊത്തിയാലും ഞാൻ പേടിക്കില്ല. ഞാനും വൈഷ്ണവിയും തമ്മിലുള്ള പ്രേമത്തെ തകർക്കാൻ ഒരു ദക്ഷകയ്ക്കും ആവില്ല. ഞങ്ങളുടെ കൂടെ ദൈവം ഉണ്ടാ. നീ എന്തിനാടാ ചുമ്മാ അങ്ങനെയൊക്കെ പറഞ്ഞവനെ പേടിപ്പിച്ചത്? ഞാൻ തന്നെ ഭയങ്കര പേടിയില്ല. അപ്പൊ എനിക്കൊരു കൂട്ടു വേണ്ടേ? അതിന് ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണോ? അല്ലളിയാ, ആ രാജകുമാരി ഏതായാലും മരിച്ചു. പക്ഷെ നാഗമഠത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക് എന്ത് സംഭവിച്ചു? അത് ഈ പുസ്തകത്തിലുണ്ടോ? അതൊന്നും ഞാനിതിൽ കണ്ടില്ല. നീ വാ. അല്ലെങ്കിൽ നീ നല്ലതൊന്നും കാണില്ല. അളിയ, മുത്തശ്ശി ഉണർന്നിട്ടില്ലല്ലോ. മുത്തശ്ശിയോട് എങ്ങനെയാ സംസാരിക്കുന്നത്? ധ്യാനം വിട്ട് പുറത്തേക്ക് വന്നെങ്കിൽ മുത്തശ്ശിയോട് സംസാരിക്കായിരുന്നു. ദേവി, എന്റെ നാഗത്താമാരെ അനുഗ്രഹിക്കണേ. എന്താ രേണു? മുത്തശ്ശി ഇനിയും ഇല്ലത്തേക്ക് വരാറായില്ലേ? ഇല്ല രേണു, ഇവിടെ നടന്ന നാഗമരണത്തിന് കാരണം വെളിപാടായി ദേവി നൽകുന്നതുവരെ ഞാൻ ഈ ക്ഷേത്രവും നിലവറയും വിട്ട് ഇല്ലത്തേക്ക് വരില്ല. അതെന്റെ ഉറച്ച തീരുമാന. മുത്തശ്ശി ഇങ്ങനെ വെള്ളം മാത്രം കുടിച്ച് എത്ര നാള് മുമ്പോട്ട് പോവും? മുത്തശ്ശിയുടെ ഉപവാസം കാരണം ഇല്ലത്ത് ഞങ്ങളെ എല്ലാവരും ഒരിക്കലാണ്. രേണു, എന്തേ നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്യണത്? നാഗത്തന്മാരുടെ പരീക്ഷണത്തോടൊപ്പം നിങ്ങളും കൂടി എന്നെ പരീക്ഷിക്കുകയാണോ? മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട പിന്നെ ഉണ്ണാനോ ഉറങ്ങാനോ എങ്ങനെയാ കഴിയാ? മുത്തശ്ശി ഇവിടെ ഇങ്ങനെ ധ്യാനത്തിൽ, മുത്തശ്ശന്റെ യാത്രയാണെങ്കിൽ അനിശ്ചിതത്വത്തിൽ. ഇല്ലത്തെ എന്തെല്ലാം കാര്യങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു, എല്ലാം തടസ്സപ്പെട്ടിരിക്കല്ലേ? എല്ലാം എനിക്കറിയാം മോളെ.
മേലെടുത്തെ ദേവപ്രശ്ന വിധിക്ക് ശേഷം നമ്മുടെ ഇല്ലത്തെ ചില അസ്വസ്ഥതകളും മറ്റും ഉടലെടുത്തിട്ടുണ്ട്. അതിനെല്ലാം പരിഹാരം കാണേണ്ടിയിരിക്കണു. നാഗദേവി അനുഗ്രഹിച്ച് മുത്തശ്ശിക്ക് ഉൾക്കാഴ്ച തരും. ആ വെളിപാട് കിട്ടും. മോള് വിഷമിക്കണ്ട. ഈയിടെയായി നാഗദേവി നന്നായി പരീക്ഷിക്കുന്നുണ്ട്. പരീക്ഷിക്കട്ടെ. ഇത്രയും കാലം നാഗത്തന്മാർ നടത്തിയ എല്ലാ ജീവിത പരീക്ഷണങ്ങളും മുത്തശ്ശി അതിജീവിച്ചിട്ടുണ്ട്. ഇതും മുത്തശ്ശി അതിജീവിക്കും. മോള് ധൈര്യമായിട്ടിരിക്കേ. മുത്തശ്ശി എത്ര നാൾ ഈ ഉപവാസം തുടർന്നാലും ഒന്നും സംഭവിക്കില്ല. മുത്തശ്ശി ഇങ്ങനെ ഉപവാസം എടുത്താ എന്തെങ്കിലും അസുഖം വന്നാലോ? മോളെ, മുത്തശ്ശി മരിച്ചു പോകുന്നില്ല. നാഗത്താന്മാർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ് മുത്തശ്ശിയുടെ ജന്മം. അതിനുവേണ്ടി ഞാൻ എന്റെ എല്ലാ സ്വപ്നങ്ങളും തീയിലിട്ടരിച്ചു. എന്റെ യൗവനം, ദാമ്പത്യം എല്ലാം ഞാൻ ഇവർക്ക് വേണ്ടി സമർപ്പിച്ചു. എന്നിട്ടും നാഗദേവി എന്റെ മനസ്സ് കാണാതെ പരീക്ഷിക്കുകയാണെങ്കിൽ എന്റെ ജീവൻ വരെ സമർപ്പിക്കാൻ ഞാൻ തയ്യാറാ. മുത്തശ്ശി, ഒരു നാഗത്താന് സംഭവിച്ച മരണത്തിന് പകരമായി ഈ മനയിലെ ഒരു ജീവൻ നാഗത്തന്മാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ എന്നെ തന്നെ ആയിക്കോട്ടെ. മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് ആരാ ഉള്ള? ഞാൻ ഒറ്റയ്ക്കല്ലേ? മോളെ, കരയാതെ. നാഗമഠത്തെ പെൺകുട്ടിയോട് കരയാൻ പാടില്ല. ഏത് പ്രതിസന്ധി വന്നാലും കരുത്തോടെ തലയുയർത്തി നിൽക്കണം. ക്ഷേത്രത്തിലെ പൂജകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ? എല്ലാം ശരിയായിട്ടുണ്ട്. ദേവി, എന്നാ വരിക? ഇതിൽ ദക്ഷകയെ പറ്റി എന്തെങ്കിലും കാണാതിരിക്കില്ല. ഇതെന്ത് ഭാഷ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഈശ്വരളെ ഇതെങ്ങനെ വായിക്കുന്നു? ലോകത്തിലെ രണ്ടാമത്തെ മഹാത്ഭുതം. അവൻ പുസ്തകം വായിക്കുന്നു. അല്ല, ഞാനിതിന്റെ ഭംഗി നോക്കാൻ വേണ്ടി എടുത്തതാ. നല്ല ഭംഗിയുള്ള പുസ്തകം അല്ലേ അളിയ? എടാ, ഒരു പുസ്തകം ഇന്ന് വരെ വായിച്ചിട്ടില്ലാത്ത നീ എന്തിനാടാ ഇത് നോക്കുന്നേ? എടാ, ഞാൻ വായിച്ചിട്ടില്ല അളിയ. വായിക്കാൻ വേണ്ടി ഒരു പേജ് എടുത്തപ്പോ വായിക്കൊള്ളാത്ത കുറെ വാക്കുകളായിരുന്നു. അറ്റ്ലീസ്റ്റ് മലയാളമെങ്കിലും വായിക്കാൻ അറിയോ നിനക്ക്? ഒന്നും മനസ്സിലാവുന്നില്ലടാ. എന്റെ പൊന്നളിയ, അത് സംസ്കൃതമാടാ. അത് ശരി. ഇപ്പോഴാണ് എനിക്ക് സംസ്കൃതം എന്താണെന്ന് മനസ്സിലായത്. ഈ സംസ്കൃതത്തിൽ എന്താണ് എഴുതിയേക്കുന്നത്? അത് നീ അറിയേണ്ട ആവശ്യമില്ല. അതെ, നീ അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഓ ഡാ, നീ അങ്ങനെ കൂടുതൽ കളിയാക്കണ്ട. ഞാൻ സംസ്കൃതം പഠിച്ചു വന്നിട്ട് വായിക്കും. ഇതിൽ ദക്ഷകയെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിലേ നീ പറയാതെ തന്നെ ഞാൻ മനസ്സിലാക്കും. ഓ, തുടങ്ങിയവൻ. എടാ, ഇതിൽ അതിഥി മന്ദിരത്തിന്റെ വേറെ വല്ല കാര്യം പറയുന്നുണ്ടോ? ഇതില് വേറൊന്നും പറയുന്നില്ല. പക്ഷേ ഒരിടത്ത് മറ്റൊരു പുസ്തകത്തെ പറ്റി പറയുന്നുണ്ട്. അതേത് പുസ്തകം? ആ പുസ്തകം ഈ മനയിലെ ഗ്രന്ഥപുരയിലുണ്ടാവാനാണ് സാധ്യത. സംസ്കൃതമായതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാനൊരു കൈ നോക്കിയേനെ. അതിലും നല്ലത് നീ കാവിലെ നാഗപ്പുറ്റിൽ പോയി തലയിട്ട് നോക്കുന്നത്. ദക്ഷകി അതിനകത്തുണ്ടെങ്കിലേ നിനക്കെല്ലാം പറഞ്ഞു തരും. അല്ല, എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ഗൂഢാലോചനയൊന്നുമല്ല, ഗാഢമായ ആലോചനയാ ഉള്ളത്. ഈശ്വര, ഇതല്ലേ നീ പറഞ്ഞ പുസ്തകം? ഇത് തന്നെയല്ലേ നീ ഉദ്ദേശിച്ചത്? നീ ഇതെങ്ങനെ സംഘടിപ്പിച്ചു? വൈഷ്ണവിയും കൂട്ടിപ്പോയി ഗ്രന്ഥപുര ചെന്ന് എടുത്തതാ. ഈ പുസ്തകത്തിൽ ഏതായാലും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ കാര്യം എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഉറപ്പാ. മഹാകവി ഉദ്ദേശിക്കുന്നത് ദക്ഷകയെ കുറിച്ചായിരിക്കും. അല്ല, ദക്ഷകയുടെ കാര്യമേ അല്ല, വേറൊരാളുടെ കാര്യം ഉദ്ദേശിച്ചേ. അത് ദക്ഷകയല്ലേ? അല്ലടാ, നിന്നെ പറ്റിയാ ഉദ്ദേശിച്ചേ. നിന്റെ പ്രേമം എവിടെ പൂവണിയാൻ ദക്ഷയ്ക്ക് സമ്മതിക്കുന്ന അറിയണ്ടേ? അതിന് ദക്ഷക ഇങ്ങോട്ട് വരട്ടെ. അവളെ ഞാൻ ആണിയിൽ തറയ്ക്കും. ആണി തറക്കാൻ ദക്ഷക യക്ഷിന്നല്ലല്ലോ രാഹുലേ, അതൊരു പാമ്പാന്നല്ലേ പറയുന്നേ? എടാ, അറിയാത്ത കാര്യത്തെ കുറിച്ച് നീ കൂടുതൽ സംസാരിക്കല്ലേ കേട്ടാ. ഓ, ഒരു വലിയ എൻസൈക്ലോപീഡിയ. സ്വാതി, നീ ആ വൈഷ്ണവിയോട് പറഞ്ഞിട്ടേ ഗ്രന്ഥപുര ചെന്ന് ദക്ഷകിന്നൊരു പുസ്തകം ഉണ്ടെങ്കിൽ ഇവനെടുത്ത് കൊടുക്ക്. ഇവൻ വായിച്ച് പേടിച്ച് ഭ്രാന്ത് പിടിക്കട്ടെ. അല്ല, എന്ത് പറയാനാ? അളിയോ,
എടാ നീ ഇങ്ങനെ കളിയാക്കി ആ ദക്ഷയ്ക്ക് ഇങ്ങോട്ട് ഇളക്കി വിടണ്ട. അവൾ ഇങ്ങോട്ട് വരും. വന്നു കഴിഞ്ഞാ പിന്നെ നീയൊക്കെ ഇവിടെ എന്നൊക്കെ വരയ്ക്കും. എന്റെ ദക്ഷയ്ക്ക് ഇവന്മാർക്ക് സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണേ. ഇവനെന്ന് എന്തു പറ്റി? ഇവന് വട്ട. ഇവൻ ഇവിടുന്ന് പോകുമ്പോ ഒരു കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്. പെണ്ണാരാണെന്നറിയോ? ആരാ? 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 സാക്ഷാൽ ദക്ഷകി. തമാശ. താങ്ക് യു. എന്നാലും യാത്ര ഫലമില്ലാതെ പോയല്ലോ തിരുമേനി. മനയിൽ നിന്ന് നിമിത്തം നോക്കിയല്ലേ ഇറങ്ങിയത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫലം കാണാതെ തിരികെ വരുന്നത്. എന്ത് ചെയ്യാൻ ശങ്കുണ്ണി, നമ്മൾ മേലേടത്തെ കാണാതെ അലയുന്നതിനേക്കാൾ നല്ലത് തിരികെ എത്തുക തന്നെയല്ലേ. പ്രശ്നവിധിക്കായി കാത്തിരിക്കുന്നവരോട് ഇപ്പൊ എന്താ പറയാ? പ്രശ്നവിധി നടന്നില്ലെന്ന് തന്നെ പറയാം. അതല്ലേ അതിന്റെ ശരി. നാഗദേവി, ഏട്ടനും ശങ്കുണ്ണി എപ്പോഴാ എത്തിയേ? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. വന്ന പാടെ ഇവിടേക്ക് തന്നെ പോന്നു. കുഞ്ഞുകുട്ടി, നിന്റെ ഉപവാസവും ധ്യാനമൊക്കെ കഴിഞ്ഞോ? ഇല്ല, നാഗദേവി പരീക്ഷിക്കല്ലേ. വെളിപാട് തന്നെ തരില്ലാന്ന് അങ്ങ് ഉറപ്പിച്ചിരിക്കല്ലേ ദേവി. എന്നാലും പിന്മാറില്ല. മുൻപും പിന്മാറിയിട്ടില്ലാലോ. പരീക്ഷിക്കുകയാണെങ്കിൽ ആ പരീക്ഷ നേരിടുക തന്നെ. നാഗദേവിയുടെ അരുളപ്പാടില്ലാതെ ഞാൻ ഇല്ലത്തേക്ക് വരില്ലെന്ന് തീരുമാനിച്ചിരിക്കുക. അതുവരെ നിത്യപൂജയും കർമ്മങ്ങളും മുറ തെറ്റാതെ നടക്കട്ടെ. അല്ല, ഏട്ടൻ പോയിട്ട് മേലിടത്തെ കണ്ടില്ലേ? 2-3 നാൾ അലഞ്ഞ എന്നെ മിച്ചം. മേലയുടെ അദ്ദേഹത്തിന്റെ ഇല്ലത്ത് വരാതെ എങ്ങനെ കാണുക? അപ്പൊ പോയിട്ട് മേലിടത്തെ കാണാതെയാണോ വന്നിരിക്കണത്? എന്റെ ദേവി, ദേവീ കാര്യത്തിന് പോയിട്ട് നടക്കാതെ വരികയാണോ? അശുഭവാർത്തയാണല്ലോ. നാഗമരണം നാഗദേവിയെ കോപിഷ്ഠയാക്കിയിട്ടുണ്ടാവോ? ഒന്നും അറിയില്ലാലോ. നിലവറയിൽ കടാക്ഷിക്കണില്ല നാഗദേവി. ഇപ്പൊ പ്രശ്നവിധി തേടി അന്വേഷിച്ചു പോയവരെ ലക്ഷ്യം കാണിക്കാതെ മടക്കി അയച്ചിരിക്കണു. അമ്മേ, എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കണത്? നാഗമരണം നാഗത്തന്മാരെ ഒന്നടങ്കം വിഷമിപ്പിച്ചിട്ടുണ്ട്. അതൊരു സത്യ. അതിനുള്ള പരിഹാരം തന്നെ കാണണം. അതിനുള്ള പരിഹാരത്തിനായി വെളിപാട് തരണ്ടേ ദേവി? മേലെടുത്തേം കാണാനായില്ലല്ലോ. മേലേടത്തെ കാണു തന്നെ ചെയ്യാം. മേലേടം ഇല്ലത്ത് തിരികെ എത്തട്ടെ. അങ്ങോട്ട് തന്നെ വീണ്ടും പോയി കാണാം. മേലയുടെ ഇല്ലത്ത് എത്തിയാൽ ഉടനെ അറിയിക്കും. എന്താ ഇപ്പം മേലിടത്തിന് പറ്റിയത്? അദ്ദേഹം ചെന്നെത്തിയ സ്ഥലത്ത് എന്തോ ചില പ്രശ്നങ്ങളുണ്ട്. അത് തീർക്കാതെ എങ്ങനെ വരും? പ്രശ്നം തീർത്ത് അദ്ദേഹം മനസമാധാനത്തോടെ വരട്ടെ. ഇവിടെയാണല്ലോ ഇപ്പം മനസമാധാനം തകർന്നിരിക്കണത്. നാഗദേവി വെളിപാട് തരട്ടെ. ആ, തരിക തന്നെ ചെയ്യും. അതുവരെ ഞാൻ ഇല്ലത്തേക്കില്ല. ഉപവാസം തുടരുക തന്നെ ചെയ്യും. അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായല്ലോ തിരുമേനി. ദേവി തന്നെ വിഷമം വരുത്തുന്നു. ദേവി തന്നെ പരിഹരിക്കട്ടെ. മേലെടുത്ത് ഇന്ന് രാത്രി ഒന്നുകൂടി ബന്ധപ്പെടാം. നാളെ എത്തുകയാണെങ്കിൽ അതിരാവിലെ പുറപ്പെടണം. ഇനി മേലയുടെ ഇല്ലത്ത് എത്തിയെന്ന് ഉറപ്പാക്കിയിട്ട് യാത്ര പുറപ്പെട്ടാ മതി തിരുവേനി. അങ്ങനെ ചെയ്യാം. ആരാത്? എന്താ അവിടെ ചെയ്യുന്നേ? നമസ്കാരം തിരുവേനി. ഇയാൾ ആരാ ഇപ്പൊ ഇവിടെ പണിക്ക് വിളിച്ചേ? ഇത് കാവല്ലേ? കാവിൽ എന്തിനാ ഈ സാധനങ്ങളായിട്ട് വന്നേ? ഒരു മരവള്ളി മുറിക്കാനായി വന്നതാ. കാവിലെ മരവള്ളി മുറിക്കേ? ശിവ ശിവ, എന്താ കഥ? താനെന്ത് ധൈര്യത്തിലാണോ കാവിലെ മരവള്ളി മുറിക്കാൻ വന്നേ? മരവള്ളി മുറിച്ചെടുക്കാൻ എന്നോട് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ആരാ നിന്നെ പറഞ്ഞയച്ചത്? ഇല്ലത്തെ രേണുകക്കുട്ടിയാണ് പറഞ്ഞയച്ചത്. രേണുവോ? ആ കുട്ടി അങ്ങനെ പറയേണ്ട കാര്യം എന്താ? എടോ, താൻ കള്ളം പറയരുത്. കള്ളമല്ല, ഇവിടെ ഒരു മരവള്ളി വളർന്ന് വഴി നടക്കാൻ പറ്റാണ്ടായിരിക്കുന്നു. രേണുക്കുട്ടി അതിൽ കാൽ തട്ടി വീഴുകയും ചെയ്തു.
ഭക്തർക്ക് വഴിതടസ്സം വരാൻ പാടില്ലല്ലോ, അതാണ് മുറിക്കാൻ പറഞ്ഞത്. രേണു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യം ഉണ്ടാവും. എന്നാ പിന്നെ അങ്ങനെ ഒരു മരവള്ളി ഉണ്ടെങ്കിൽ അത് മുറിച്ച് മാറ്റിക്കോളൂ. ആർക്കും തടസ്സം ഉണ്ടാക്കണ്ട. നോക്കി നിൽക്കാതെ മരവള്ളി മുറിച്ച് മാറ്റടോ. പക്ഷേ തിരുമേനി, ഞാനിവിടെ വന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു മരവള്ളി കാണുന്നതേ ഇല്ല. ഇല്ലാത്ത മരവള്ളി മുറിച്ച് മാറ്റാൻ ആരെങ്കിലും പറയോ? അവിടെ എവിടെങ്കിലും മണ്ണ് മൂടി കിടപ്പുണ്ടാവും. താനൊന്ന് വിശദമായി നോക്കി അത് മുറിച്ച് മാറ്റിക്കോളൂ. ഈ സ്ഥലം തന്നെയാണെന്ന് രേണുക്കുട്ടി പറഞ്ഞത്. ഇവിടെ അങ്ങനെ ഒരു വള്ളി ഇല്ല. എന്തായാലും ഞാനിവിടെ ഒന്നുകൂടി നോക്കട്ടെ. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മുറിച്ചങ്ങ് മാറ്റിയേക്കാം. തിരുമേനി എവിടെയോ യാത്ര പോയതായി പറഞ്ഞു. യാത്ര പോയത് തന്നെയാ. മടങ്ങി. താൻ പൊയ്ക്കോളൂ. ശങ്കുണ്ണിയേ, നാഗമെടുത്ത് കാരണവരെ യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു കാര്യം ഓർത്തില്ല. പുറപ്പെട്ടു പോയത് ദക്ഷകിയുടെ അടുത്തു നിന്നാണെന്ന്. എന്റെ അടുത്തു നിന്ന് പുറപ്പെട്ടു പോകുന്നവർ ലക്ഷ്യം കാണുമെന്നാണോ കരുതിയത്? എന്റെ നിഴൽ പതിച്ച് ഈ വഴിയിലൂടെ കടന്നു പോകുന്നവർ ആരും ലക്ഷ്യം കാണില്ല. എല്ലാം തടസ്സപ്പെടും. തടസ്സമാണ് ദക്ഷകി. सदा क्रोधी चन्द्रादित्य विमर्दना